ഹമീൻസ് കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി സ്നാക്സിന്റെ റെസിപ്പിയുമായിട്ടാണ്, ചിക്കൻ മക്രോണി പോള. അപ്പൊ വീഡിയോ എല്ലാവരും കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. ഇതിലേക്ക് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് കുറച്ച് മക്രോണിയാണ്. 1/2 തൊട്ട് 1/4 കപ്പ് വരെ എടുക്കാം. ഞാനിപ്പോ 1/4 കപ്പ് മക്രോണിയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ആദ്യം മക്രോണി ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിപ്പോ പെട്ടെന്ന് വെന്തിട്ടാൻ വേണ്ടിയിട്ട് കുക്കറിലാണ് വേവിക്കുന്നത്. ഇതിലേക്ക് ഇപ്പൊ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ മക്രോണി കുക്കായിട്ട് വരുമ്പോൾ പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു വിസിൽ വരുന്നത് വരെ ഇതിനെ കുക്ക് ചെയ്യാം. ജസ്റ്റ് ഒരു വിസിൽ കൊണ്ട് തന്നെ മക്രോണി നല്ല പോലെ കുക്കായിട്ട് വരും. ഇപ്പോ ഒരു വിസിൽ കഴിഞ്ഞ് ആവിയൊക്കെ നല്ല പോലെ പോയിട്ട് ഞാൻ കുക്കർ തുറന്നിട്ടുണ്ട്, കണ്ടോ? അങ്ങനെ നമ്മുടെ മക്രോണി നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ വെള്ളത്തിൽ നിന്നും വാർത്തെടുത്ത് മാറ്റി വെക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഫില്ലിങ് റെഡിയാക്കാം. ഇതിനായിട്ട് ഞാനിപ്പോ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിൽ ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ ഒരു പച്ചമുളക് ചെറുതായി മുറിച്ചതും ചേർക്കാം. എന്നിട്ട് ഈ സവാള ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ നമുക്ക് ഇതുപോലെ വഴറ്റിയെടുക്കാം. സവാള സോഫ്റ്റ് ആയി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കണം. ഞാനിതിപ്പോ ചിക്കനെ എല്ലില്ലാതെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ സാധാരണ ഫ്രൈ ചെയ്യുന്നത് പോലെ മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് പിന്നെ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അതും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ ഒരു 1/2 ടീസ്പൂണോളം തന്നെ ഗരം മസാല പൗഡറും കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് 1 മിനിറ്റോളം ഒന്ന് ഇതുപോലെ തന്നെ അങ്ങ് കുക്ക് ചെയ്യാം. എന്നിട്ട് ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. അങ്ങനെ നമ്മുടെ മക്രോണി പോളയ്ക്കുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ അങ്ങ് മാറ്റി വെക്കണം. ചൂട് നന്നായിട്ടൊന്ന് പോവട്ടെ. അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് മുട്ടയാണ്. ഞാനിപ്പോ ഒരു ബൗളിലേക്ക് 5 മുട്ട പൊട്ടിച്ച് ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഈ മുട്ടയെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ വിസ്കോ ഫോർക്കോ സ്പൂണോ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇപ്പൊ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ചിക്കനും സവാളയൊക്കെ ചേർത്തിട്ടുള്ള ആ ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് ഈ മുട്ടയിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മക്രോണി ഉണ്ടല്ലോ, അതും കൂടെ ചേർത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. നമ്മുടെ ഫില്ലിങ്ങും മക്രോണിയും മുട്ട ബീറ്റ് ചെയ്തതും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അങ്ങനെ ഇപ്പോ നമ്മുടെ മക്രോണി പോളയ്ക്കുള്ള മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മക്രോണി പോള എങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോ ഒരു സോസ് പാനിലാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിന്റെ അടിയിലും സൈഡിലും ഒക്കെ നല്ല പോലെ എണ്ണയൊന്ന് ഗ്രീസ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മക്രോണി പോളയുടെ മിക്സ്ചർ ഉണ്ടല്ലോ, അതങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാൻ ഇതിന്റെ മുകളിൽ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഓപ്ഷണൽ ആണ്, നിർബന്ധമില്ല. അപ്പോ നമ്മുടെ മക്രോണി പോള കുക്ക് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് കുക്ക് ചെയ്യാനായിട്ട് ആദ്യം ഒരു പഴയ ഫ്രൈ പാനോ തട്ടോ വെച്ചിട്ട് ചൂടാക്കുക. അതിന്റെ മുകളിൽ വേണം നമ്മൾ എടുത്ത സോസ് പാൻ വെച്ചു കൊടുക്കാൻ. ഇനി ഇതിനെ ഒരു 30 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. 30 മിനിറ്റ് ആവുമ്പോഴേക്കിന് ഇത് നല്ലപോലെ സെറ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂട് പോവാനായിട്ട് മാറ്റി വെക്കുക. ചൂട് പോയതിനു ശേഷം മാത്രം സോസ് പാനിന്റെ അകത്തുനിന്ന് എടുത്താൽ മതി കേട്ടോ. ചൂട് പോയതിനു ശേഷം ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മക്രോണി പോള വളരെ എളുപ്പത്തിൽ നമുക്ക് എടുത്തു മാറ്റാനായിട്ട് പറ്റും.
അങ്ങനെ ഇപ്പൊ നമ്മുടെ അടിപൊളി മക്രോണി പോള റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ ചാനൽ കണ്ടോണ്ടിരിക്കുന്ന ആരെങ്കിലും ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിനുശേഷം വരുന്ന ഓൾ എന്ന ഓപ്ഷൻ ഉണ്ട്, ആ ഓപ്ഷൻ മറക്കാതെ ഒന്ന് പ്രസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഈ ചാനലിലെ പുതിയ അപ്ഡേഷനുകൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. അപ്പൊ നമുക്ക് വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായിട്ട് കാണാം.